നമ്മുടെ ചിട്ടകൾ, നമ്മുടെ സ്ഥാനം എന്നിവയ്ക്ക് നിരക്കാത്ത കർമ്മങ്ങൾ ഒരു ഘട്ടത്തിലും ചെയ്യരുത്. ലഹരി ഉപയോഗിക്കാത്ത ഒരുവൻ ഒരു വേള പരീക്ഷണാർത്ഥം അത് ഉപയോഗിച്ചാൽ പിന്നീട് അത് ഉപയോഗിക്കുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല. ഒരിക്കൽ കള്ളം ചെയ്യുന്നവന് പിന്നീടൊരിക്കൽ അത് ചെയ്യാൻ പേടിയും ഉണ്ടാകില്ല. അതിനാൽ ദുഷ്കർമ്മങ്ങൾ ഒരു ഘട്ടത്തിലും പരീക്ഷണാർത്ഥം പോലും ചെയ്യരുത്. ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നിവരുടെ ആരാധനാ സ്ഥാനങ്ങൾ പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. എന്നാൽ ഈ മൂർത്തികൾക്ക് രൂപപ്രതിഷ്ഠകളില്ല. വിളക്ക്, രുദ്രാക്ഷം, ശംഖ്, ശിവലിംഗം എന്നീ രൂപങ്ങളിലാണ് ഇവർ ആരാധിക്കപ്പെടുക. കാരണം ഇവരെല്ലാം ശരീരമില്ലാത്തവരാണ്, ആത്മാക്കളാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. എറണാകുളം എന്ന് ഈ ജില്ലയ്ക്ക് പേര് വന്നത് ഇറയനാർ കുളം എന്ന പദത്തിൽ നിന്നാണെന്ന് ചിലർ വാദിക്കുന്നു. ഇറയനാർ എന്ന് തമിഴിൽ വിശേഷിപ്പിക്കുന്നത് ശിവനെയാണ്. അതിനാൽ ശിവന്റെ കുളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനം എന്നതിൽ നിന്നാണ് ഇറയനാർ കുളവും കാലാന്തരത്തിൽ എറണാകുളവും ഉണ്ടായതെന്നാണ് വിശ്വാസം. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം, ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ഋഷിനാഗകുളം എന്നതിൽ നിന്നാണ് എറണാകുളം രൂപപ്പെട്ടത് എന്നാണ് മറ്റൊരു വാദം. ഈ വാദത്തിന് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യവുമായി ബന്ധമുണ്ട്. ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം ദ്വാപരയുഗത്തിൽ നിന്നും ആരംഭിക്കുന്നു. അന്ന് ഹിമാലയ സാനുവിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കുലമുനി തന്റെ യാഗത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ശിഷ്യന്മാരെ കാട്ടിലേക്ക് അയച്ചു. വഴിക്കുവച്ച് കണ്ട പാമ്പിനെ ദേവലൻ എന്ന ശിഷ്യൻ കൊന്നു. ഇതറിഞ്ഞ മുനി പാമ്പിന്റെ തലയും മനുഷ്യരുടെ ഉടലുമുള്ള ഒരു ജീവിയാകാൻ ശിഷ്യനെ ശപിച്ചു. പിന്നീട് മോക്ഷത്തിനുള്ള ഉപാധിയും പറഞ്ഞുകൊടുത്തു. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ, പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. കിഴക്കുദിക്കിലൊരിടത്ത് ഒരിലഞ്ഞു മരച്ചുവട്ടിൽ നാഗങ്ങൾ പൂജ ചെയ്യുന്ന ഒരു ശിവലിംഗമുണ്ടെന്നും അത് വാങ്ങി ദക്ഷിണദിക്ക് നോക്കി സഞ്ചരിക്കണമെന്നും ഒരു സ്ഥലമെത്തുമ്പോൾ നിലത്തുവച്ച വിഗ്രഹം അവിടെ ഉറച്ചു പോകുമെന്നും അവിടെ വെച്ച് ശാപമോക്ഷം സിദ്ധിക്കുമെന്നുമായിരുന്നു ഗുരുവചനം. ഗുരുവിന്റെ ഉപദേശപ്രകാരം ദേവലൻ എന്ന നാഗഋഷി ശിവലിംഗവുമായി പുറപ്പെട്ടു. എറണാകുളത്തെത്തിയപ്പോൾ ഒരു കുളം കണ്ട് സമീപത്ത് വിഗ്രഹം വച്ച് കുളത്തിലിറങ്ങി കുളിച്ചു. എന്നിട്ട് പൂജ തുടങ്ങി. വിചിത്രമായ ജീവിയെ കണ്ട് ജനങ്ങൾ ഉപദ്രവിച്ചോടിക്കാൻ നോക്കി. എന്നാൽ വിഗ്രഹം അവിടെ ഉറച്ചുപോയതിനാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആ ശിവലിംഗത്തിനു മുന്നിൽ പ്രണമിച്ചു കിടന്ന ദേവലന് അന്നേരം ശാപമോക്ഷമുണ്ടായി. ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ, ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ. നാട്ടുകാർ നാട്ടിൽ പ്രമാണിയായിരുന്ന തൂശത്ത് കൈമളെ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തി വിവരങ്ങൾ അന്വേഷിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതത്രേ എറണാകുളത്തപ്പൻ ക്ഷേത്രം. പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെങ്കിലും നാഗഋഷിയുടെ പേരിലാണ് എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ആ പേര് അറിയപ്പെടുന്നത്. എറണാകുളത്തപ്പൻ്റെ ഈ ശരിക്കുള്ളത് കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തിയുടെ അവതാരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള കുളം അന്നു മുതൽ ഋഷിനാഗകുളമെന്നും ക്ഷേത്രപ്രതിഷ്ഠ ഋഷിനാഗകുളത്തപ്പനെന്നും അറിയപ്പെടാനിടയായതും അങ്ങനെയാണ്. എറണാകുളം എന്ന വ്യാവസായിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ മഹാരാജാസ് കോളേജിനും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇടയിലായി ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എറണാകുളത്തപ്പൻ കരനാ
നാഥൻ എല്ലാ വീടിനും ഗൃഹനാഥൻ. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലും കമനീയമായ ഗോപുരങ്ങൾ കാണാം. കായൽക്കരയിലൂടെ മറൈൻ ഡ്രൈവിലേക്ക് നീളുന്ന റോഡിന് വലതുവശത്തായി കാണുന്ന കവാടം കടന്ന് ഏകദേശം 100 മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്താം. ഇത് കടന്നാൽ ആനക്കൊട്ടിലായി. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം. കൊടിമരം പിന്നിട്ടാൽ ബലിക്കൽപുരയിലെ സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ല്. എറണാകുളത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് എന്താ വെച്ചാൽ ജലധാരയാണ്. ഇവിടെ സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ജലധാര. അഭിഷേകപ്രിയനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ. അത്രയും വിശേഷമാണ് ജലധാര. ജലധാരയേക്കാൾ കൂടുതൽ വിശേഷമായിട്ട് ഇവിടെ ഒന്നും അനുഭവത്തിൽ കാണാനില്ല. രാവിലെ 5 മണിക്ക് 1000 കുടം എന്നും എല്ലാ ദിവസവും, ഈ ഉത്സവകാലങ്ങളിൽ 8 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ 1000 കുടം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ 1000 കുടം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രം. അത് 1000 കുടം വലിയ, ചെറിയ കലശക്കുടത്തിലല്ല, വലിയ കലശക്കുടത്തിൽ ഇവിടുത്തെ കിണറിൽ നിന്ന് എല്ലാം മുക്കി കോരി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാണ് അതിൻ്റെ പതിവ്. ഇവിടെ എറണാകുളത്തെ ഏറ്റവും വലിയ ആയുസ്സിനാണ് ഏറ്റവും പ്രധാനം കാണുന്നത്. എന്താ വെച്ചാൽ എള്ളോളം ആയുസ്സുണ്ടെങ്കിൽ എറണാകുളത്തപ്പം കാക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കല്പം. ഏതാണ്ട് 2 ഏക്കർ വിസ്തൃതി മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ളൂവെങ്കിലും ഒരു മഹാക്ഷേത്രത്തിനു വേണ്ട എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ച അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം കാണാം. അല്പം മാറി നാഗദേവ പ്രതിഷ്ഠകളാണ്. ക്ഷേത്രം അതിലിന് പുറത്ത് ദേവൻ ആറാട്ട് നടത്തുന്ന ഋഷിനാഗകുളം കാണാം. സത്യം ശിവം സകലം ശിവം നിത്യം തൊഴാം തൊഴാം നിന്റെ പാദം. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട അടഞ്ഞാണ് കാണപ്പെടുക. ആദ്യകാലത്ത് ദേവൻ കിഴക്ക് ദർശനമായാണ് കുടികൊണ്ടതെന്നും ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ ദർശനത്താൽ ആ ഭാഗത്ത് അനിഷ്ടങ്ങൾ ഉണ്ടായതിനാൽ വില്ലുമംഗലം സ്വാമിയാർ ദിശ മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. എല്ലാരെയും കാക്കും മൃത്യുഞ്ജയൻ, ഏഴുലകങ്ങൾക്കും സച്ചിന്മയൻ. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം മറ്റു 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ക്ഷേത്രം അതിലിന് പുറത്ത് കൊച്ചിയിലെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് പഴയ കൊച്ചി ദിവാൻ വെങ്കിടസ്വാമി പണികഴിപ്പിച്ചു കൊടുത്ത വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമാണ് ഒന്ന്. കിഴക്കേ ഗോപുരത്തിന് പുറത്ത് വടക്കുമാറി കർണാടക ശൈലിയിൽ പണിതിരിക്കുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് മറ്റൊന്ന്. മഹിത മൃത്യുഞ്ജയം നീ ജപിക്ക, ഉള്ളിൽ ഓർമ്മ വയ്ക്ക, മനസ്സേ ഭഗവാനു പറനിറയ്ക്ക. സാമാന്യം വലിപ്പമുള്ള വട്ടശ്രീ കോവിലാണ് എറണാകുളത്തപ്പന്റേത്. ഇത് കരിങ്കല്ലിൽ തീർത്തതും ചെമ്പുമേഞ്ഞതുമാണ്. അതിനുള്ളിൽ 2.5 അടിയോളം ഉയരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലിന്റെ നേർ വടക്ക് കിരാതമൂർത്തി കുടികൊള്ളുന്നു. ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് മറ്റുപദേവതമാർ. സ്ഥലപരിമിതിക്കുള്ളിലും നാലമ്പലവും നമസ്കാര മണ്ഡപവും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മകരമാസത്തിലെ തിരുവാതിര നാൾ ആറാട്ടു വരും വിധം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തുക. പഞ്ചവാദ്യം, പാണ്ടിമേളം, കുടമാറ്റം, എഴുന്നള്ളത്ത് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ ഉത്സവത്തെ മനോഹരവും ഭക്തി നിർഭരവുമാക്കുന്നു. ഉത്സവത്തിന് മുളയിട്ടുള്ള 8 ദിവസത്തെ ഉത്സവമാണ്. അതിനു മുമ്പ് ഉത്സവത്തിന് 3 ദിവസം മുമ്പ് കലശത്തിൻ്റെ ശുദ്ധിയായിട്ടുള്ള കലശത്തിൻ്റെ ചടങ്ങ് തുടങ്ങി ബ്രഹ്മകലശത്തോടുകൂടി ബിംബത്തിനെ ശുദ്ധിയാക്കി ഉത്സവത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. ഈ ഉത്സവത്തിന് പുറമെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും എറണാകുളത്തപ്പന്റെ ആഘോഷ ദിനങ്ങളാണ്. തിരക്കേറിയ കൊച്ചി നഗരത്തിന്റെ നിലയ്ക്കാത്ത ചലനങ്ങളുടെയും ശബ്ദഘോഷത്തിന്റെയും നടുവിലും ശാന്തവും സ്വസ്ഥവുമായ ആരാധനയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് നിലകൊള്ളുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എറണാകുളത്തപ്പന്റെ തിരുസന്നിധി. യജാമഹേ
മതിലകത്തെത്തിയാൽ വിസ്തൃതമായ കായൽ പരപ്പ് പോലെ മനസ്സ് ശാന്തമായി തീരും. പഞ്ചാക്ഷരിയുടെ കല്ലോലങ്ങൾ മാത്രം ഇളകിക്കൊണ്ടിരിക്കും. ഭക്തിയുടെ കുളിർമയുള്ള പ്രണവമന്ത്ര സമന്വിതമായ പഞ്ചാക്ഷരി. ഓം നമഃ ശിവായ. നമഃ ശിവായ.